മന്ത്രി തോമസ് ഐസക്കിനെതിരെ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമേന്ദ്രൻ. മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലായിരുന്നു തോമസ് ഐസക്കിന്റെ പ്രചാരണം. ന്യൂനപക്ഷ മേഖലയിൽ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രചാരണം നടത്തി. പകപോക്കുന്ന രീതിയിലായിരുന്നു CPMന്റെ പ്രചാരണം. വ്യക്തിഹത്യ നടത്താനുള്ള തീരുമാനം CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെതാണെന്നും പ്രേമചന്ദ്രൻ മീഡിയ വണ്ണോട് പറഞ്ഞു. ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് സ്ഥാനാർത്ഥികൾ. കൊല്ലത്തും ഈ ഉയർന്ന വോട്ടിംഗ് ശതമാനം തുണയ്ക്കുമെന്നാണ് മുന്നണികൾ കണക്കുകൂട്ടുന്നത്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായ NK പ്രേമേന്ദ്രൻ നമുക്കൊപ്പമുണ്ട്. സർ, ഈ പോളിംഗ് ശതമാനം വളരെയധികം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ പോളിംഗ് ശതമാനം വളരെയധികം ഉയർന്നിട്ടുണ്ട്. എങ്ങനെയാണ് അതിലുള്ളൊരു പ്രതീക്ഷ? പോളിംഗ് ശതമാനം ഈ പ്രാവശ്യം പ്രത്യേകിച്ചും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരായി ശക്തമായ ജനവികാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വലിയ പ്രതിഷേധത്തിൻ്റെ പ്രതികരണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോളിംഗ് ശതമാനം ഉയരുന്നത് സ്വാഭാവികമായും ഗവൺമെൻറ് വിരുദ്ധ വികാരത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായും UDFന് അനുകൂലമാകാനാണ് സാധ്യത. കാരണം കേന്ദ്രത്തിൽ ശ്രീ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി, കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായി ഒരു വലിയ ജനരോഷം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ ജനരോഷത്തിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അപ്പോൾ അതിൽ വർദ്ധിച്ച പോളിംഗ് ശതമാനം ആ പ്രതികരണത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ വിശ്വാസ സമൂഹത്തിൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ആഴത്തിലുള്ള മുറിവ്, ആ മുറിവിൻ്റെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ന്യൂനപക്ഷ സമൂഹത്തിന് അനുഭവിക്കേണ്ടി വന്ന കെടുതികൾ, യാതനകൾ അവരുടെ മനസ്സിൽ വല്ലാതെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രതികരണം, അതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയുടെ ഭാഗമാണ്, ആ പ്രത്യാശയുടെ ഭാഗമാണ് പോളിംഗ് നിലവാരത്തിൽ ഉണ്ടായിട്ടുള്ള ഗണ്യമായ വർധനവ്. ആ വർധനവ്, ആ വലിയ തോതിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചു എന്ന് വേണം കരുതാൻ. ഈ കൊല്ലത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങേക്കെതിരെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. സംഖ്യ ആരോപണം മുതൽ അവസാനത്തെ ഷാഡോ കമ്മിറ്റി വരെ. ഇത്തരം ആരോപണങ്ങൾ ഏത് രീതിയിലാണ് തുണയ്ക്കുക? LDFിൻ്റെ പ്രചാരണത്തെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? LDFിൻ്റെ പ്രചരണമല്ല, CPMൻ്റെ പ്രചരണം. കാരണം LDFിലെ ഒരു ഘടകകക്ഷിയും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപം എന്നെക്കുറിച്ച് പറഞ്ഞതായി ഞാൻ കേട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നാൽ CPMൻ്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും അവരുടെ നേതൃത്വവും തീരുമാനിച്ചുറച്ച് നടത്തിയ ക്യാരക്ടർ അസാസിനേഷൻ ക്യാമ്പയിനായിരുന്നു കഴിഞ്ഞ 2 മാസക്കാലം അല്ലെങ്കിൽ 3 മാസക്കാലം കൊല്ലത്ത് നടന്നത്. അതൊരൊറ്റപ്പെട്ട സംഭവമല്ല. പോളിറ്റ് ബ്യൂറോ അംഗം മുതൽ ബൂത്ത് തലത്തിൽ, ബ്രാഞ്ച് തലത്തിലുള്ള പാർട്ടി അംഗവും അനുഭാവി വരെ പ്രചരിപ്പിച്ചത് ഒറ്റ കാര്യമാണ്. ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ കൊല്ലത്തൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് നടത്തിയ മുഴുവൻ ക്യാമ്പയിനും ഇതുമായി ബന്ധപ്പെട്ടതായിരുന്നു. ആ ക്യാമ്പയിൻ ആകെ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് RSS വൽക്കരിച്ച്, സംഘിവൽക്കരിച്ച് മതന്യൂനപക്ഷ സമൂഹത്തിന് മുന്നിൽ നിലവിലൊഴിക്കുന്ന ഒരു സ്വീകാര്യത ഇല്ലാതാക്കി തീർക്കുക എന്ന ബോധപൂർവമായ തന്ത്രമായിരുന്നു. ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരിക്കലും ഭൂഷണമല്ലാത്തതിൽ അവർ ദേശീയ രാഷ്ട്രീയ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തില്ലല്ലോ. അവർ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കാൻ സമയം കണ്ടെത്തിയില്ല. പോട്ടെ, 5 വർഷക്കാലം പാർലമെൻ്റ് അംഗമായിരുന്ന ഒരാൾ വീണ്ടും സ്ഥാനാർത്ഥിയായി വരുമ്പോൾ സ്വാഭാവികമായും ആ പാർലമെൻ്ററി രംഗത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിമർശനാത്മകമായി വിലയിരുത്താമല്ലോ. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളും വിലയിരുത്തുന്നതിന് പകരം പൂർണ്ണമായും വ്യക്തികേന്ദ്രീകൃതമായിട്ടുള്ള അധിക്ഷേപങ്ങളും വ്യക്തിഹത്യയും നടത്തി ഈ തെരഞ്ഞെടുപ്പിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അവമതിപ്പുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാമെന്നുള്ളൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് CPM ആവിഷ്കരിച്ചത്. അത് പൂർണ്ണമായും വ്യക്തികേന്ദ്രീകൃതം, ഒരു പക തീർക്കുന്നത് പോലെ, വിദ്വേഷം തീർക്കുന്നത് പോലെ. അത് ഒരാളല്ല, 3 പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് കൊല്ലത്ത് വന്ന് മീറ്റ് ദ പ്രസ്സിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ രാഷ്ട്രീയമായ കൂറിനെ ചോദ്യം ചെയ്തത്. അല്ലെങ്കിൽ കൂറിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും നെറിയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ചർച്ച ചെയ്തത്. ശ്രീ ഡോക്ടർ തോമസ് ഐസക് കൊല്ലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 1 മാസക്കാലത്തോളം, 1.5 മാസക്കാലത്തോളം കൊല്ലത്തൊരു മന്ത്രി തമ്പടിച്ചുകൊണ്ടാണ് മുസ്ലിം മതന്യൂനപക്ഷ കേന്ദ്രങ്ങളിലും ക്രൈസ്തവ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലും പോയി ഞാൻ RSS ആണ്, BJP ആണ് എന്ന നിലയിൽ മതപരമായ സ്പർദ്ധ ഉണ്ടാക്കുന്ന നിലത്തിൽ, അത് ക്രൈസ്തവ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്ക് എന്നോട് മതപരവും സാമുദായികവുമായ പകയും വിദ്വേഷവും ഉണ്ടാകത്തക്ക നിലയിലുള്ള പ്രചരണത്തിനാണ് ഡോക്ടർ തോമസ് ഐസക് നേതൃത്വം കൊടുത്തത്. എന്ത് രാഷ്ട്രീയ ആദർശമാണ് ഈ മനുഷ്യനുള്ളത്? അദ്ദേഹം വഹിക്കുന്ന പദവിയുടെ മാന്യതയെങ്കിലും പരിഗണിക്കണ്ടേ? ഭരണഘടനയിൽ തൊട്ട് ആരോടും
പ്രീതിയോ വിദ്വേഷമോ കൂടാതെ പ്രവർത്തിക്കുമെന്ന് ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രി സാമുദായിക സ്പർദ്ധയും മതപരമായ വിദ്വേഷവും പകയും വിദ്വേഷവും സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് ഒരു പാർലമെൻറ്റ് അംഗത്തിനെതിരായി ഒരു രാഷ്ട്രീയ പ്രതിയോഗിയാണെങ്കിൽ പോലും പാർലമെൻറ്റിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരായി ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എവിടെ നിന്ന് എന്ത് മൂല്യബോധമുള്ള രാഷ്ട്രീയമാണ്? ഈ ക്യാമ്പയിൻ നേതൃത്വം ആരംഭിച്ചാൽ താഴെ തലത്തിലുള്ള പ്രവർത്തകരുള്ളൂ. അപ്പോൾ ആ ക്യാമ്പയിനെതിരായി ഒരു വലിയ തിരിച്ചടി അവർക്കുണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കൊല്ലത്തെ മതന്യൂനപക്ഷ സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ അവരുടെ പ്രശ്നങ്ങളിലും ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും പങ്കെടുക്കുന്ന ഒരാൾ, അവരുടെ വിഷയങ്ങളുണ്ടായാൽ പാർലമെൻറ്റിനകത്തും പുറത്തും അതിശക്തമായ ആ സമൂഹത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരാൾ, അങ്ങനെ നല്ലതുപോലെ അവരുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കരുതി വിശ്വസിക്കുന്ന ഒരാളെക്കുറിച്ച് ഈ രൂപത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അവർക്കതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തിൻ്റെ പ്രതിഫലനം കൂടി കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവരുന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം അവർക്ക് വലിയ തിരിച്ചടിയായി തീർന്നു എന്ന് മാത്രമല്ല, അതെനിക്ക് വലിയ സഹായകരമായി തീരുകയും ചെയ്തു. വ്യക്തിപരമായി മാനസികമായി ഒരുപാട് തളരുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ഒക്കെ ചെയ്തു എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് ഗുണം ചെയ്തു എന്നാണ് എൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ള എൻ്റെ നിഗമനം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പൊതു സിറ്റുവേഷൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമസഭാ നിയോജക മണ്ഡലം പരിശോധിക്കുമ്പോൾ ചവറയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചതും ഇവിടെ നിന്ന് തന്നെയാണ്. ആ പോളിംഗ് ശതമാനം അവിടെ ഉയർന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും അവിടെയാണ് അതിശക്തമായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തിയത്. ഞങ്ങൾക്ക് സംഘടനാപരമായി കോൺഗ്രസിനും RSPക്കും ഏറ്റവും നല്ല സ്വാധീനമുള്ള 7 മണ്ഡലങ്ങളിൽ ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലമാണ് ചവറ. ആ ചവറയിൽ ഭൂരിപക്ഷം നല്ലതുപോലെ വർദ്ധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പോളിംഗ് ശതമാനം കൂടുന്നതിന് ആനുപാതികമായി ഭൂരിപക്ഷവും വർദ്ധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായിട്ടും വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് UDF സ്ഥാനാർത്ഥിയുള്ളത്. പോളിംഗ് ശതമാനം ഉയർന്നത് തനിക്ക് അനുകൂലമായി തന്നെ തീരുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നത്.